വിശദമായ വാർത്തയിലേക്ക് വരുമ്പോൾ മണ്ണാർക്കാട് തിരുവിഴാംകുന്നിൽ കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ കണ്ടെത്തി. കച്ചേരിപ്പറമ്പ് നെല്ലിക്കുന്നിലാണ് സംഭവം. ഞായറാഴ്ച രാവിലെ 5 മണിയോടെയാണ് കാട്ടാനയെ ചരിഞ്ഞ നിലയിൽ നാട്ടുകാർ കണ്ടത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. പ്രദേശത്ത് സ്ഥിരമായി ആനയിറങ്ങുന്നത് പതിവാണ്. ഇവിടെ നിരവധി കർഷകരുടെ കൃഷി നശിപ്പിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. ഏകദേശം 30 വയസ്സ് പ്രായം തോന്നിക്കുന്ന കാട്ടാനയാണ് ചരിഞ്ഞ നിലയിൽ കാണപ്പെട്ടത്. കച്ചേരിപ്പറമ്പ് ജനവാസ മേഖലയിലാണ് ഇപ്പോൾ ഈ കാട്ടുകൊമ്പൻ ചരിഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം, ഇവിടെയൊക്കെ ധാരാളം വീടുകളുള്ള സ്ഥലമാണ്. ഈ ഇലക്ട്രിക് പോസ്റ്റുകളിലൊന്നും തന്നെ ലൈറ്റുകളില്ല. പഞ്ചായത്ത് അധികൃതരോട് ഞങ്ങൾ പലതവണ ഇതിലൂടെ ലൈറ്റ് സ്ഥാപിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷേ അവരൊന്നും തിരിഞ്ഞു നോക്കുന്നില്ല. ഈ കാണുന്ന ഈ പോസ്റ്റുകളിലൊന്നും തന്നെ ഒരു ലൈറ്റും ഇല്ല. ഇവിടുത്തെ എൻ്റെ അനുഭവം, എൻ്റെ വീട് ഇവിടുന്ന് 1/2 കിലോമീറ്റർ അപ്പുറത്താണുള്ളത്. 2 പ്രാവശ്യമായി ഇപ്പോൾ ഒരാഴ്ചൻ്റെ മുന്നായിട്ട് 2 പ്രാവശ്യം ആനയുടെ മുമ്പിൽ വന്ന് പെടുകയുണ്ടായി. അങ്ങനെ ഞാൻ മാത്രമല്ല, ഇവിടുത്തെ പല ആളുകളും ഈ ആനൻ്റെ മുമ്പിൽ വന്ന് പെട്ട ചരിത്രങ്ങളുണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ച് കാട്ടാന ശല്യം കുറച്ച് രൂക്ഷമായിട്ട് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് പറയാനുള്ളത് ജനപ്രതിനിധികളോടും പഞ്ചായത്തിനോടും MLA ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസം മുന്നെയാണ് ഇവിടെ ജനജാഗ്രതാ സമിതി പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ വിളിച്ച് ചേർത്തത്. ഇവിടെയൊക്കെ ധാരാളം ലൈറ്റുകൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടന്ന് എടുത്ത തീരുമാനമായിരുന്നു. പക്ഷേ അതൊക്കെ ആ വാക്കുകളിൽ മാത്രം ഒതുങ്ങുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ പ്രദേശം വളരെ ബുദ്ധിമുട്ടേറിയ വന്യമൃഗ ശല്യം ഏറ്റവും കൂടുതലുള്ള ഒരു ഏരിയയാണിത്. ഇവിടെ പഞ്ചായത്തും അതുപോലെ MLA ഒക്കെ ഇടപെട്ടിട്ട് ഈ സ്ഥലം പ്രത്യേകം ശ്രദ്ധിക്കണമെന്നാണ് ഈ നാട്ടുകാർക്ക്. ഫോറസ്റ്റ് അധികൃതർ സ്ഥലത്തെത്തി തുടർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മാത്രമേ മരണകാരണം വ്യക്തമാവുകയുള്ളൂ എന്ന് അധികൃതർ അറിയിച്ചു.